ഇനി നമ്മൾ നോക്കുന്നത് ഇവന്റ് ലൂപ്പ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് ഇവന്റ് ലൂപ്പ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവന്റ് ലൂപ്പ് എന്ന് പറയുന്നത് ഈസ് എ മെക്കാനിസം ദാറ്റ് അലോസ് ജാവാസ്ക്രിപ്റ്റ് ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാസ്ക്. ഇവന്റ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു മെക്കാനിസം ആണ്. അതെന്താ ചെയ്യുന്നത്? ദാറ്റ് അലോസ് ജാവാസ്ക്രിപ്റ്റ് ടു ഹാൻഡിൽ മൾട്ടിപ്പിൾ ടാസ്കിനെ ഹാൻഡിൽ ചെയ്യാനും എസ്പെഷ്യലി അസിൻക്രണസ് ആയിട്ടുള്ള ടാസ്കുകളിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനും വൺ അറ്റ് എ ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ബ്ലോക്ക്ഡ്. അതായത് മൾട്ടിപ്പിൾ ടാസ്കിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഈ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി അത് ഹാൻഡിൽ ചെയ്യുന്നത് അസിൻക്രണസ് ആയിട്ടുള്ള ടാസ്കുകളാണ്. അസിൻക്രണസ് മീൻസ് വൺ അറ്റ് എ ടൈമിൽ ഒരെണ്ണം വെച്ചിട്ടായിരിക്കും വിത്തൗട്ട് ഗെറ്റിംഗ് ബ്ലോക്ക്ഡ്. അതായത് ബ്ലോക്ക് ചെയ്യാതെ തന്നെ മൾട്ടിപ്പിൾ ടാസ്കിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അസിൻക്രണസ് ആയിട്ടുള്ള എസ്പെഷ്യലി അസിൻക്രണസ് ആയിട്ടുള്ള ടാസ്കിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് ഇവന്റ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കീപ്സ് ചെക്കിംഗ് ഇഫ് ദർ ഈസ് എ വർക്ക് ടു ഡു ആൻഡ് റൺസ് ഇറ്റ് വെൻ ദ ടൈം ഈസ് റൈറ്റ്. അതായത് എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, വർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, വർക്ക് ടു ഡു ആൻഡ് റൺസ് ഇറ്റ് വെൻ ദ ടൈം ഈസ് റൈറ്റ്. കറക്റ്റ് ടൈം ആവുമ്പോഴത്തേക്കും ആ വർക്കിനെ റണ്ണ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഇവന്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഷെഫ് അനോളജി. അതായത് ഇമാജിൻ എ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് വെച്ചോ, കിച്ചണിനകത്ത് വർക്ക് ചെയ്യാണ്. ഹി ഹാസ് എ മെയിൻ ടു ഡു ലിസ്റ്റ് ഫോർ ടാസ്ക് ഹി മസ്റ്റ് ഡു നൗ. അപ്പൊ ഷെഫ് എന്ന് പറയുന്നത് JS ആന്ന് വെച്ചോ, അത് കിച്ചണിനകത്ത് വർക്ക് ചെയ്യാണ്. അപ്പൊ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ട്, ഒരു ലിസ്റ്റ് ഉണ്ട്, ചെയ്യാനുള്ള ലിസ്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിനകത്ത് ടു ഡു ലിസ്റ്റിനെ നമ്മൾ കോൾ ബാക്ക് എന്ന് പറയും. ഫോർ ടാസ്ക് ഹി മസ്റ്റ് ഡു നൗ. എന്തൊക്കെ ടാസ്ക് ഉണ്ടോ അതിന്റെ ഒക്കെ ലിസ്റ്റ് ആണ് അതിനകത്തുള്ളത്. അതിനെ നമ്മൾ കോൾ സ്റ്റാക്ക് എന്നും പറയും. അപ്പൊ വെൻ ഹി സെറ്റ്സ് എ ടൈമർ ഓർ വെയിറ്റ്സ് ഫോർ സംതിങ് ടു അറൈവ്, ലൈക്ക് ബോയിലിംഗ് വാട്ടർ ഓർ ഡെലിവറി, എന്തെങ്കിലും ഒരു ടൈമറിനെ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറൈവ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി അപ്പൊ ടൈമറോ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഹി മൂവ്സ് ഓൺ ടു ദ നെക്സ്റ്റ് ടാസ്ക്. അതായത് നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ടൈമറോ എന്തെങ്കിലും വെയിറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴത്തേക്കും അടുത്ത ടാസ്കിലേക്ക് കിടക്കും. അപ്പൊ അതാണ് ഇതിനകത്ത് കിടക്കുന്നത്. വൺസ് ഹീസ് ഡൺ, ചെയ്ത് കഴിഞ്ഞിട്ട് വിത്ത് ഓൾ എല്ലാ കറണ്ട് ടാസ്കും ചെയ്ത് കഴിഞ്ഞ് ഹീ ചെക്ക് ചെയ്യും. എന്താ ചെക്ക് ചെയ്യുന്നത്? അർജന്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടോന്ന്. അർജന്റ് ടാസ്കിനെയാണ് നമ്മൾ മൈക്രോ ടാസ്ക് എന്ന് പറയുന്നത്, ലൈക്ക് പ്രോമിസസ് എന്ന് പറയുന്നത്. അതർ ടാസ്കിനെ നമ്മൾ മാക്രോ ടാസ്ക് എന്ന് പറയും, ലൈക്ക് സെറ്റ് ടൈം ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ടാസ്ക് എന്തെങ്കിലും ഉണ്ടോന്ന്, പെൻഡിങ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്നു. ഹി ചെക്സ് അതർ ടാസ്ക്. ദിസ് ചെക്കിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് ഹാപ്പൻസ് ഇൻ എ ലൂപ്പ്. ഇത് എല്ലാം നടക്കുന്നത് ഒരു ലൂപ്പിന്റെ ഉള്ളിലാണ്. ദാറ്റ് ഈസ് ഇവന്റ് ലൂപ്പ്. ഇതെല്ലാം ചെക്ക് ചെയ്യുന്നത് ഇവന്റ് ലൂപ്പിനകത്താണ്. ലൂപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഇവന്റ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. കൺസോൾ ഡോട്ട് ലോഗ് സ്റ്റാർട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സ്റ്റാർട്ട് കുക്കിംഗ്. അപ്പൊ ഇത് കോൾ സ്റ്റാക്ക് ആണ്. സ്റ്റാർട്ട് കുക്കിംഗ്. അത് കഴിഞ്ഞിട്ട് സെറ്റ് ടൈം ഔട്ട്, ഒരു ടൈം സെറ്റ് ചെയ്യുന്നു, ഒരു 0 സെക്കൻഡ്. കൺസോൾ ഡോട്ട് ലോഗ് 3 ടൈമർ ഡണ്ണ് സ്റ്റാർട്ട് സൂപ്പ്. അപ്പൊ സ്റ്റാർട്ട് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് എടുക്കുന്നു. ടൈം 0 സെക്കൻഡിനകത്ത് എന്താണ് ഈ ഫംഗ്ഷൻ റൺ ചെയ്യുന്നു. കൺസോൾ ഡോട്ട് ലോഗ് 3 എന്താണ് 3 ഇതിനകത്ത് ടൈമർ ഡണ്ണ് സ്റ്റാർട്ട് ദ സൂപ്പ്. അത് കഴിഞ്ഞിട്ട് പ്രോമിസ് ഡോട്ട് റിസോൾവ് ഡോട്ട് ദെന്ന് അതിനകത്ത് നമ്മൾ എന്താണ് കൺസോൾ ഡോട്ട് ലോഗ് 2 ചെക്ക് ടേബിൾ ആഡ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് എഴുതുന്നത്. പിന്നെ കൺസോൾ ഡോട്ട് ലോഗ് 4 കണ്ടിന്യൂ ചോപ്പിംഗ് വെജിറ്റബിൾസ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കോഡ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ ഒരു ഓർഡർ വന്നേക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് എന്ന് വെച്ചാൽ 1, ആദ്യത്തെ കേസിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ കൺസോൾ ഡോട്ട് ലോഗ് 4ഉം ആദ്യമേ തന്നെ റൺ ചെയ്യും. ദേ ആർ ഓൺ ദി മെയിൻ ടു ഡു ലിസ്റ്റ്. അതായത് മെയിൻ ടു ഡു ലിസ്റ്റിനകത്ത് വരുന്നതാണ് ഈ 2 കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ടൈമർ ഒന്നും വരുന്നില്ല. അപ്പൊ സ്റ്റാർട്ട് കുക്കിങ്ങും 4ഉം കണ്ടിന്യൂ ചോപ്പിംഗ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് മെയിൻ ടു ഡു ലിസ്റ്റിനകത്ത് ഉള്ളതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രോമിസ് റൺസ് നെക്സ്റ്റ്. പ്രോമിസ് അടുത്തത് നെക്സ്റ്റ്, അതായത് അർജന്റ് ടാസ്ക് ആണ് പ്രോമിസ് റൺസ് നെക്സ്റ്റ്. അതിന് നമ്മൾ മൈക്രോ ടാസ്ക് എന്ന് പറയും.
ഷെഫ് ചേസ് ദിസ് ക്യുക്ക്, ഇത് ക്യുക്ക് ആയിട്ടുള്ള ടാസ്ക് ആണ്. ലെറ്റ് മീ ഹാൻഡിൽ ഇറ്റ് റൈറ്റ് അവേ, ഇത് ക്യുക്ക് ആണ്, അപ്പൊ ഇതിനെ പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറയുന്നു. ഈ സെറ്റ് ടൈം ഔട്ട് റൺ ചെയ്യുന്നു. ലാസ്റ്റ് ആയിട്ട് സെറ്റ് ടൈം ഔട്ട് ആയിരിക്കും റൺ ചെയ്യുന്നത്. അതിന് നമ്മൾ മാക്രോ ടാസ്ക് എന്ന് പറയും. ഷെഫ് വെയിറ്റ്സ് അൺടിൽ എവറിത്തിങ് ഇസ് ഡൺ. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഷെഫ് വെയിറ്റ് ചെയ്യുന്നു അൺടിൽ എവറിത്തിങ് ഈസ് ഡൺ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് മാക്രോ ടാസ്കിന് വെയിറ്റ് ചെയ്യും. ടൈമർ ഡണ്ണ്, സ്റ്റാർട്ട് ദ സൂപ്പ്. ഇതാണ് ഇതിനകത്ത് ഉള്ള റൺസ്. ലാസ്റ്റ് ഷെഫ് വെയിറ്റ്സ് അൺടിൽ എവറിത്തിങ് ഈസ് ഡൺ. എല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഷെഫ് വെയിറ്റ് ചെയ്യുന്നു, മാക്രോ ടാസ്ക് ചെയ്യുന്നു. ഇതാണ് ലാസ്റ്റ് നടക്കുന്നത്. ഇതാണ് ഇവന്റ് ലൂപ്പിന്റെ ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായോ?